ഉത്തര കൊറിയയിൽ നിന്നുള്ള ആണവ ആക്രമണത്തോട് എങ്ങനെ പ്രതികരിക്കണം എന്നതിനെക്കുറിച്ചുള്ള പദ്ധതികൾ ചർച്ച ചെയ്യാൻ ദക്ഷിണ കൊറിയയുടെയും യുഎസിന്റെയും പ്രതിരോധ ഉദ്യോഗസ്ഥർ യോഗം ചേർന്ന് ഏതാണ്ട് മണിക്കൂറുകൾക്ക് ശേഷം ഉത്തര കൊറിയയുടെ തിരിച്ചടി എത്തിയിരിക്കുകയാണ്. 2023 അടുത്ത ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം നടത്തിയിരിക്കുകയാണ് ഉത്തര കൊറിയ. UN നിയന്ത്രണങ്ങൾ ലംഘിച്ച് ഉത്തര കൊറിയ അതിന്റെ ഏറ്റവും നൂതനമായ ദീർഘദൂര മിസൈൽ പ്രയോഗിച്ചതായി ദക്ഷിണ കൊറിയൻ അധികൃതരാണ് വാർത്ത പുറത്തുവിട്ടത്. ഉത്തര കൊറിയയുടെ ഏറ്റവും പ്രഹരശേഷിയുള്ളത് എന്ന് പറയപ്പെടുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലിന്റെ ഈ വിക്ഷേപണം പാശ്ചാത്യ രാജ്യങ്ങളെ ആകെ ഉലച്ചിരിക്കുകയാണ്. ജപ്പാനിലെ ഹൊക്കൈഡോയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് ഇത് വന്നിറങ്ങിയതെന്ന് പറയപ്പെടുന്നു. ഡിസംബർ 18 രാവിലെ നോർത്ത് കൊറിയ പ്രാദേശിക സമയം 8:24 പ്യോങ്യാങ് പ്രദേശത്ത് നിന്ന് ദീർഘദൂര മിസൈൽ വിക്ഷേപിച്ചു. 1000 കിലോമീറ്റർ, അതായത് 621 മൈൽ പിന്നിട്ട മിസൈൽ 73 മിനിറ്റ് സഞ്ചരിച്ചതായി ദക്ഷിണ കൊറിയൻ ജാപ്പനീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കഴിഞ്ഞ ഏപ്രിലിൽ ഉത്തര കൊറിയ തൊടുത്തുവിട്ട ബാലിസ്റ്റിക് മിസൈൽ ജപ്പാനും കൊറിയൻ പെനിൻസുലയ്ക്കും ഇടയിലുള്ള കടലിൽ പതിച്ചിരുന്നു. വിക്ഷേപണത്തിന് പിന്നാലെ ടോക്കിയോയിലെ ഒരു ദ്വീപിൽ താമസിക്കുന്നവരോട് മുൻകരുതൽ നടപടിയായി മാറി താമസിക്കാൻ ആവശ്യപ്പെട്ട് ജപ്പാൻ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെത്താൻ വരെ നോർത്ത് കൊറിയയുടെ ഈ അതിഭീകര ICBMകൾക്ക് സാധിക്കുമെന്നാണ് റിപ്പോർട്ട്. എന്നാൽ അത് എത്രത്തോളം സാധ്യമാകുമെന്ന് പറയാൻ ഇപ്പോൾ പറ്റില്ലെന്ന് വിദഗ്ധർ പറയുകയും ചെയ്തു. ഈ വർഷം ICBMന്റെ ഉത്തര കൊറിയയുടെ 5ാമത്തെ വിജയകരമായ വിക്ഷേപണമാണ് ഇപ്പോൾ ഉണ്ടായ വിക്ഷേപണം. UN ഉപരോധം ലംഘിച്ച് കഴിഞ്ഞ മാസം പ്യോങ്യാങ് ചാര ഉപഗ്രഹം ഭ്രമണപഥത്തിൽ എത്തിച്ചതോടെ വടക്കും തെക്കും തമ്മിലുള്ള സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. അതിനിടെയാണ് ഉത്തര കൊറിയയുടെ അടുത്ത വിക്ഷേപണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ തന്റെ രാജ്യത്തിന്റെ ഏറ്റവും നൂതനമായ മിസൈലിന്റെ പരീക്ഷണത്തിന് മേൽനോട്ടം വഹിച്ചതിനു ശേഷം യുഎസിന്റെ നേതൃത്വത്തിലുള്ള വർദ്ധിച്ചുവരുന്ന സൈനിക ഭീഷണികളെ ചെറുക്കാൻ കൂടുതൽ ആക്രമണ നടപടികൾ എടുക്കുമെന്നും ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പോഴുള്ള മിസൈൽ തൊടുത്തുവിട്ട റിപ്പോർട്ട് ഉത്തര കൊറിയ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും മറ്റു വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് പരീക്ഷണം ശക്തമായ ഖര ഇന്ധനമായ ഹോങ്സോങ് 18 മിസൈലിന്റെ 3ാമത്തെ പരീക്ഷണമായിരിക്കും. എതിരാളികൾക്ക് ഭീഷണി ഉയർത്തി നിൽക്കുന്ന നോർത്ത് കൊറിയയുടെ ഏറ്റവും ശക്തമായ ദീർഘദൂര മിസൈലാണ് ഹോങ്സോങ് 18 ICBM എന്നുമാണ് റിപ്പോർട്ടുള്ളത്.